മക്കളെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പോയേക്കാം. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് കഴിഞ്ഞതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ നവംബർ 27, 2025 മുതൽ ഈ കഴിഞ്ഞ നമ്മുടെ 2026 ഫെബ്രുവരി 10 വരെ ആയിരുന്നു എന്ത് ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഡേറ്റ്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോഴെന്താ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ആൻസർ കീ ജനറേറ്റ് ആയോ എന്നായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൻസർ കീയുടെ ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടീസ് വഴി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. 17/2/2026, അതായത് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ലിങ്ക് ആക്റ്റീവ് ആവും. 23/2/2026, അതായത് ഈ മാസം 23-ാം തീയതി വരെ മാത്രമേ ഈ ലിങ്ക് ആക്റ്റീവ് ആയിരിക്കൂ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഗ്രൂപ്പ് ഡി എക്സാംസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുക? പോയി ആൻസർ കീ ചെക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ആൻസർ കീ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്? ആൻസർ കീയിൽ നമുക്ക് എത്ര സ്കോർ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. എന്താണ് അടുത്ത പ്രോസസ്സ്? ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ കൂടി മിക്ക കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അതും കൂടെ കടന്നാൽ മാത്രമേ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ മാർക്ക് അനലൈസ് ചെയ്യുക, ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം പെട്ടെന്നാണ് ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാംസ് എല്ലാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം പെട്ടെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമെന്ന് പ്രതീക്ഷ കാണില്ല. ഒരുപാട് സമയം ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ലിങ്ക് ജനറേറ്റ് ആയി ലിങ്കിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് ഒരു പോർട്ടലിലേക്ക് കയറും. അവിടെ യൂസർ ID പാസ്വേഡ് ചോദിക്കും. യൂസർ ID എന്ന് പറയുന്നത് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ നമ്പറാണ്. നമ്മുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ പ്രൊഫൈലിൽ ചെല്ലുക. ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു കോളം കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നോക്കി എക്സാമിൻ്റെ പേരുകൾ നോക്കി പോവുക. ഒന്നെങ്കിൽ CN08-2024 അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഫോർ ലെവൽ 1 CPC സെൻട്രൽ പേ കമ്മീഷൻ എക്സാംസ് എന്ന് പറയുന്നൊരു കോളം കാണും. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നമ്പർ കാണും. ആ നമ്പർ നിങ്ങൾ കോപ്പി ചെയ്യുക. ജെയിൽ തുടങ്ങുന്ന നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൽഫബറ്റിൽ തുടങ്ങുന്ന നമ്പർ ആയിരിക്കാം. അപ്പോൾ അത് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, പോർട്ടലിലേക്ക് പോവുക. യൂസർ IDയുടെ ആ ഒരു ഓപ്ഷനിൽ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. പാസ്വേഡായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു ആൻസർ കീ ജനറേറ്റ് ആവും. അപ്പോൾ ആൻസർ കീ ഇവാലുവേറ്റ് ചെയ്യുക. മാർക്ക് എത്ര ഉണ്ടെന്ന് അനലൈസ് ചെയ്യുക. അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുക. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ എല്ലാവരും നോക്കുക. ഒരുപാട് ഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 6 ദിവസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. സൈറ്റ് ഹാങ് ആവും, ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുകയും ചെയ്യരുത്. നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എത്രയും പേര് അപ്ലൈ ചെയ്ത് എഴുതിയ എക്സാം അല്ലേ, നോക്കിക്കൊണ്ടേ ഇരിക്കുക. ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും അടുത്ത പ്രോസസ്സിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക.